വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും വിവാദം ഉന്നയിച്ചാൽ അതെല്ലാം ചർച്ച ചെയ്യണോ? നിയമാനുസൃതമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ടു പോകൂ. കഞ്ചിക്കോട്ട് ബ്രൂവറി അഴിമതി ആരോപണത്തിനെതിരെ ടി.പി. രാമകൃഷ്ണൻ. ഗവൺമെന്റ് ഇപ്പോൾ അവസാനമെടുത്ത തീരുമാനം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ബ്രൂവറി അനുവദിക്കുന്നതിനുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ കാരണം കേരളത്തിന് ആവശ്യമായ മദ്യം കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല, എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടുന്ന അവസ്ഥയാണുള്ളത്. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ആവശ്യമായ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ കേരളത്തിൽ അന്ന് പ്രധാനമായിട്ടും മറ്റേ ഈ ബീർ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് ആലോചിച്ചത്. അപ്പം അങ്ങനെ ആലോചിച്ച സമയത്ത് വെറുതെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. അടിസ്ഥാനരഹിത എന്തെങ്കിലും ആരോപണത്തിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടെങ്കിൽ അന്ന് തന്നെ അത് പരിശോധിക്കാനും നടപടി സ്വീകരിക്കാനും കഴിയുന്നതാണ്. ഉന്നയിച്ച ഒരാരോപണവും തെളിയിക്കാതെ ആവർത്തിച്ച് ആരോപണം ഉന്നയിക്കുക എന്നുള്ള രീതിയാണ് സ്വീകരിക്കുന്നത്. അത് പഴയ മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും അത് അത്തരം ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഗവൺമെന്റിനെതിരായിട്ട് വളരെ ബോധപൂർവം കെട്ടിച്ചമയ്ക്കുന്ന ഒരു ആരോപണമാണിത്. അവരുദ്ദേശിക്കുന്നത് അവരുടെ ഭരണകാലത്ത് ചെയ്തതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ വ്യവസായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ചെയ്യുന്നത് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്. അവരുടെ ശീലം വെച്ച് ആരോപണം ഉന്നയിക്കുകയാണ്. അതുകൊണ്ട് UDF ഇപ്പോൾ ഈ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ ആരോപണം അടിസ്ഥാനരഹിതമാണ്. ബ്രൂവറിയോ അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങളോ ഉണ്ടെങ്കിൽ നിയമാനുസൃതമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടേ ഗവൺമെന്റ് മുമ്പോട്ട് പോവുകയുള്ളൂ. നിയമവിരുദ്ധമായ ഒരു നടപടിയും ഗവൺമെന്റ് ഇത്തരം പ്രശ്നങ്ങളിൽ സ്വീകരിക്കുന്നില്ല. ഈ പർട്ടിക്കുലർ കേസിൽ എന്താണ് സംഗതി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അത് ഗവൺമെന്റിന്റെ ഒരു പൊതുനയം നിലനിൽക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് മറ്റൊരു രീതിയിൽ ആലോചിക്കേണ്ടതോ ചിന്തിക്കേണ്ടതോ പ്രശ്നം നമ്മുടെ LDF ഇത് നേരത്തെ ഇതിന്റെ നയപരമായ തീരുമാനം എടുത്തിട്ടുള്ളൊരു വിഷയമാണിത്. നേരത്തെ തന്നെ ഈ പ്രശ്നങ്ങളിൽ നയപരമായ തീരുമാനം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പുതിയ നിലപാട് എന്നുള്ള നിലയ്ക്ക് ഇതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.